സമയം 12:39. അപ്പം ഞാൻ നിങ്ങളോട് രാജമ്മയെന്ന് പറയുന്ന ആ കള്ളിയെക്കുറിച്ച് പറഞ്ഞു. എൻ്റെ അമ്മയുടെ ട്വിൻ സിസ്റ്ററാണ്. ഇവൾ പല രീതിയിൽ ആൾമാറാട്ടം നടത്താനൊക്കെ ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇവൾ ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനായിരിക്കും. ഇവിടൊക്കെ താമസിക്കുന്നതൊക്കെ വരുത്താനൊക്കെ ആയിരിക്കും. ഇവിടെ ഒന്നുമല്ല. എൻ്റെ അമ്മയാണ് രത്നമ്മ. ഞാൻ വളരെ കറക്റ്റായിട്ട് ഫോട്ടോസ് എടുത്ത് ഇടുന്നുണ്ട്. എല്ലാ ദിവസവും എൻ്റെ അമ്മയുടെ ഫോട്ടോസ് ഞാൻ ഇതിനകത്ത് ഇടുന്നുണ്ട്. ഞാൻ എൻ്റെ അമ്മയുടെ കൂടെയാണ് വി കെ രത്നമ്മ. ഞാനാണ് എൻ്റെ അമ്മയുടെ കൂടെ ട്രഷറിയിൽ പോകുന്നുണ്ട്. ട്രഷറിയിൽ അവിടെ കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട്. ട്രഷറിയിൽ ആൾക്കാരൊക്കെ എൻ്റെ അമ്മയെ കാണുന്നുണ്ട്. എല്ലാം ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവൾ വലിയ കള്ളിയാണ്. അപ്പോൾ ഇവളുടെ ഫോണൊക്കെ വേണമെങ്കിൽ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയോ ഓഫ് ചെയ്ത് എവിടേക്കോ സിം മാറ്റിയിട്ടുണ്ടാവും. എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ചെയ്യുന്നുണ്ട് ഇവൾ. 8548544745 ഇവളുടെ നമ്പറാണ്. 8547459107. നിങ്ങൾക്ക് വിളിച്ച് നോക്കാം. ഇവളുടെ നമ്പർ ഇപ്പം എടുക്കത്തില്ല. ഇവൾ കള്ളയൊപ്പിടാനും ഒക്കെ വളരെ വലിയ മിടുക്കിയാണ്. ഇവളെന്ത് ചെയ്യും, ഇവളെന്ത് ക്രിമിനൽ ആക്ടിവിറ്റിയും ചെയ്യും. ഇവളിവിടെ വന്ന് നമ്മുടെ ഇത് അടിച്ച് പൊളിച്ച് കയറിയതാണ്. ഇവളുടെ ആ വീഡിയോ റെക്കോർഡിങ് നമ്മുടെ കോടതിയിലുണ്ടാവും. അത് നമ്മളവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവളുടെ ആ ഡ്രാമാസൊക്കെ. ഇവളേത് ക്രിമിനൽ ആക്ടിവിറ്റിയും ചെയ്യാൻ നല്ല മിടുക്കിയാണ്. ഇവളത്ര കെടി കെട്ടിയ ക്രിമിനലാണ്. ഇവളുടെ ഭർത്താവിനെ ഇവൾ വകവരുത്തിയതാണ്. ഒരു കൊച്ചിനെയും 10 മാസം കൊണ്ട് 2 പേരെ, 1 വർഷം കൊണ്ട് ഇവളുടെ കൊച്ചിനെയും ഇവളുടെ ഭർത്താവിനെയും വകവരുത്തി. പിന്നെ ആ പാമ്പടിച്ച പൊടിയഞ്ചിറ്റവൻ നിർബന്ധിച്ച് പൊടിയഞ്ചിറ്റനെ കൊണ്ട് ആശുപത്രിയിൽ ഇതുപോലെ അഡ്മിറ്റ് ചെയ്തേക്കുമായിരുന്നു. പൊടിയഞ്ചിറ്റൻ നിർബന്ധിച്ച് ഡിസ്ചാർജ് വാങ്ങിപ്പോയി. ആ രാത്രി തന്നെ പൊടിയഞ്ചിറ്റൻ തലയ്ക്ക് അടിക്കുക ഏതാണ്ട് ചെയ്ത് അയാളെ വീണ്ടും ഹോസ്പിറ്റലാക്കി. അതിൽ നിന്ന് പിന്നെ പൊടിയഞ്ചിറ്റൻ ബോധം ഉണർന്നിട്ടില്ലെന്നാണ് പറയുന്നത്. ഒരു കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ പോയി കണ്ടതാണ് പൊടിയഞ്ചിറ്റനെ. യാതൊരു കുഴപ്പമില്ല. വളരെ ബോധത്തോടെയും വളരെ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണെയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടത്. ഇവളുമാരെന്തും ചെയ്യും. അങ്ങനെ ഈ പൊടിയഞ്ചിറ്റവനെ തലയ്ക്ക് ബാക്കിലെങ്ങാണ്ട് അടിച്ച്. ഇവൾക്ക് കുറേ ഗുണ്ടകളുണ്ട് അവിടെ. കുറേ പുലയ സമുദായത്തിൽപ്പെട്ട കുറേ ഗുണ്ടകളെ കൊണ്ടാണ് ഇവൾ നടക്കുന്നത്. ഒരു കുഞ്ഞുമോൻ എന്നൊക്കെ പറയുന്ന ഒരുത്തൻ ഇവളുടെ വീട്ടിൽ സ്ഥിരം അവന് ചായയും അതും ഇതുമെല്ലാം കൊടുക്കുകയും അങ്ങനെ ഇവളിങ്ങനെ കൂട്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. കുറേ പുലയ സമുദായത്തിൽപ്പെട്ട. ഇവിടെയും എൻ്റെ അമ്മയുടെ കൂടെ കുറേ പുലയ സമുദായത്തിലെ കുറേ ക്രിമിനൽസിനെ ഇവിടെ വിട്ടുകയും പോലീസുകാർ ചോദിച്ചു, നീയൊക്കെ ഏതാടാ ഞങ്ങളുടെ എൻ്റെ ഈ കോമ്പൗണ്ടിനകത്ത് കയറി നിൽക്കുകയും പോലീസുകാർ വിളിച്ചു, നീയൊക്കെ ഏതാടാന്ന് ചോദിച്ചപ്പം നീ എവിടുന്ന് എൻ്റെ അമ്മയുടെ കൂടെ വന്നാൽ ഇവൾ പറഞ്ഞു വിട്ടത് ഈ രാജമ്മയെന്ന് പറയുന്നവൾ നമ്മളെ ഉപദ്രവിക്കാനായിട്ട്. അപ്പം ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞു. അങ്ങനെ അവന്മാരെ ഇവിടുന്ന് ഓടിച്ചു വിട്ടു. ഇതുപോലെ തന്നെ ഈ സുജി സുബ്രഹ്മണ്യനെ അവൻ ഇവിടെ വന്ന് നിന്നപ്പം ഇവിടെ വന്ന കുറത്തിയാടൂന്ന് വന്ന പോലീസുകാർ വന്ന് ചോദിച്ചു, നീ അപ്പോൾ അവരെ വിളിച്ചുകൊണ്ട് വരുന്നത് നമുക്ക് മാനസികരോ, അവർക്ക് നമ്മളെ കാണുമ്പോൾ നിങ്ങൾ ചോറ് വെച്ചോ, നമ്മൾ ചോറെടുത്തോട്ട് കറി കാണിക്കും എല്ലാം അവർക്ക് കുളിച്ച് നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായി എനിക്കൊരു കുഴപ്പമില്ലെന്ന്. പിന്നെ അവരിടപെട്ടിട്ടില്ല. അങ്ങനെയാണ് അടിച്ച് പൊളിച്ച് കയറുന്നത്. ഇവർ ഭയങ്കര ഗൂണ്ടായിസമാണ്. നമ്മുടെ 5 CCTV ക്യാമറയാണ് നമ്മൾ അടിച്ച് പൊട്ടിച്ചത്. വേണ്ട നമ്മൾ യൂട്യൂബിനകത്ത് എല്ലാം അത് ഇട്ടിട്ടുണ്ട്. നമ്മുടെ CCTV ക്യാമറ അടിച്ച് പൊട്ടിക്കുന്നതൊക്കെ അത് അവന്മാരെ വിട്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ഇവന്മാരാണ് അതിൻ്റെ എല്ലാം പിന്നിൽ, വേറെ ആരുമല്ല. ഈ ആൾക്കാരെ എല്ലാം സംഘടിപ്പിച്ച് വിടുന്നത് ഇവന്മാരാണ്. ഈ സദാനന്ദ മന്ദിരത്തിലെ മോഹൻ സിംഗും കൂട്ടരും ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവനും ഈ രാജമ്മ എൻ്റെ അമ്മ വീട്ടിലെ കുറേ ഗൂണ്ടായിസം നടത്തുന്ന കുറേ അവനുണ്ട്. ഈ രാജേഷൊക്കെ ഇവിടെ ഇതുപോലെ ഗൂണ്ടായിസം നടത്താൻ ഇവിടെ വന്നിട്ടുണ്ട്. വലിയ ലീലയുടെ മോൻ രാജേഷ് എന്ന് പറയുന്നവൻ ഇവിടെ അവൻ്റെ പെണ്ണുമ്പിള്ള തലയിൽ കൂടെ മുണ്ടിട്ടാണ് ഇവിടെ അന്ന് നടന്നത്. വലിയ കള്ളിയാണ് അവൾക്ക് വേരിക്കോസ് വെയിൽ. ഇവന്മാർ ഒത്തിരി ലൂട്ട് ചെയ്യുന്നുണ്ട്. വേരിക്കോസ് വെയിനാണെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ ഇവന്മാരുടെ വേറൊരു പാറ്റേണാണ്. ഇവന്മാരിങ്ങനെ ഹോട്ടലിൽ നിന്ന് കഴിക്കും, എന്നിട്ട് അമീബിക് ഡിസെൻട്രി എന്ന് പറഞ്ഞുകൊണ്ട് കുറേ കാശമക്കും. പിന്നെ അമ്മയ്ക്കും മോനും പിന്നെ പൈൽസിൻ്റെ ഓപ്പറേഷനൊക്കെ നടത്തിയതാണ് ഈ രാജേഷിനും ലീലയ്ക്കും. പിന്നെ ടോട്ടൽ ഹിപ്പ് ഏതാണ്ട് റീപ്ലേസ്മെൻറ്റോ ഏതാണ്ട് നടത്തിയിട്ടുണ്ട്. ഹിപ്പ് സർജറി നടത്തിയിട്ടുണ്ട് ഈ ലീല. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇവർ ചെയ്യും. പിന്നെ യൂറിനറി ഇൻഫെക്ഷൻ ഇടയ്ക്കിടയ്ക്ക് വരും അവർക്ക്. അങ്ങനെ പല അതുപോലെ തന്നെ എന്നെ ഈ കൊണ്ടുവന്നിട്ട നമ്മുടെ സന്തുല എന്ന് പറയുന്ന അവിടുത്തെ എനിക്ക് 2 പ്രാവശ്യം യൂറിനറി ഇൻഫെക്ഷൻ സംഭവിച്ചു. അന്നേരം ആ ഡോക്ടർ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് ഇത് വരാൻ യാതൊരു കാര്യമില്ലല്ലോ എന്ന്. നമ്മളിത് പറഞ്ഞപ്പം പറഞ്ഞു, നിങ്ങൾക്ക് ഈ യൂറിനറി ഇൻഫെക്ഷൻ വരാൻ യാതൊരു കാര്യമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി ഇവന്മാർ ഈ വെള്ളത്തിൽ കൂടെ ഏതാണ്ടെല്ലാം കലക്കി വിടുന്നതാണ്. ഇതുപോലെ തന്നെ ഡൽഹിയിൽ നടത്താൻ നോക്കിയപ്പോൾ നമ്മൾ ഇത് ചെയ്ത് ഇതിനകത്ത് പറഞ്ഞപ്പോഴത്തേന് പിന്നെ നമുക്കിങ്ങ് നീറാനൊക്കെ തുടങ്ങും. അപ്പം നമ്മൾ പറഞ്ഞപ്പോഴത്തേനും അതെല്ലാം മാറി. അപ്പോൾ ഇവന്മാരിങ്ങനെ വെള്ളത്തിനകത്ത് കലക്കുക. നമ്മുടെ വെള്ളത്തിനകത്ത് കലക്കുന്നവനെ നമ്മളിവിടെ വെച്ച് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന പോലെ ചെയ്ത് അവൻ ഇവിടെ വന്നിട്ടുണ്ട്. പാതിരാത്രിക്ക് വന്ന കാര്യങ്ങൾ അവൻ സമ്മതിച്ചിട്ടുണ്ട്. അത് നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ ഇതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയ ഗൂഢസംഘമാണ് ഇവരെങ്ങനെയും. അപ്പം ഞാൻ ഈ ജോബിൽ എനിക്ക് മാനസിക രോഗമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒക്കെ പിടിച്ചിടാൻ ഞാനിപ്പം ജോബൊന്നും ചെയ്യുന്നില്ല. ഇവന്മാർക്ക് ജോബ് ലോസ് ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ LLBക്കും പോകുന്നു. LLBയുടെ വക്കീൽ പണിക്കൊന്നും ഞാൻ പോകുന്നില്ല. ഞാനിവിടെ തന്നെ ഇരിക്കുക. നിങ്ങൾ കാണുന്നില്ലയോ? ഞാൻ LLB ഒന്നും വക്കീൽ പണിക്കൊന്നും പോകുന്നില്ല. ഇവന്മാരെന്തോ ജോബ് ലോസ് ഇൻഷുറൻസാണ് വാങ്ങിക്കുന്നതെന്ന് അറിയണം. ഞാൻ പോകുന്നില്ലല്ലോ വക്കീലായിട്ട്. പിന്നെ നീ എന്തോ വാങ്ങിക്കാനാടാ എന്നെ വെച്ചോണ്ട്?
ഞാൻ പോകുന്നില്ലല്ലോ, ഞാൻ എൻ്റെ വീട്ടിൽ ഇരിക്കുക. ഇപ്പം കുറേ പേര് ഇങ്ങനെ പറയാം പോന്നിങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ പോകുന്നില്ല വർക്ക് ചെയ്യാൻ. പിന്നെ നീ എന്തെടുക്കുക, നീ എന്തോ ഞാൻ നമ്മളെ ഇതാക്കുന്നത്. പിന്നെ എൻ്റെ 1-2 കേസുണ്ട്, അത് നമ്മൾ ഫയൽ ചെയ്ത് വെച്ച് നമ്മളിവിടെ വന്നിരിക്കുക, നമ്മൾ ഇതിനകത്തൂടെ അപ്ലോഡ് ചെയ്യും. മനസ്സിലായില്ലേ? നമ്മൾ നമ്മുടെ നെറ്റിനകത്തൂടെ അപ്ലോഡ് ചെയ്യും. ഇവൻ്റെ ചീത്തവിളിയെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യാണ്ടിരിക്കുക. എവിടെയാണെന്ന് വെച്ചാൽ ഇവൻ ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുക ഇവനെ കൊണ്ട്. ഇപ്പം കുറത്തിയാട് പോലീസ് സ്റ്റേഷനിലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ കോടതി കൊടുക്കും ഇവൻ്റെ തെറിവിളി, ഇവൻ്റെ ഈ ചീത്ത വിളിച്ച് ഇവൻ പറയുന്ന വേർഡ്സൊക്കെ ഉണ്ട്. പിന്നെ ഇവൻ്റെ മോനും അപ്പനും കൂടെ ഉള്ള സംസാരങ്ങളൊക്കെ നിങ്ങൾ കേട്ടില്ലയോ? ആരെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്? വലിയ നല്ല നടിമാരെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്, ഷക്കീല. അപ്പോൾ ഇവൻ അച്ഛൻ്റെ മോനെ ആ ഒരു സ്റ്റാൻഡേർഡൊക്കെ മനസ്സിലായില്ലേ? അച്ഛനും മോനും തമ്മിൽ എന്താണ് അഡൽട്ട്സ് ഉള്ളിൽ അഭിനയിക്കുന്ന പെണ്ണുങ്ങളുടെ പേര് വരെ ഡിസ്കസ് ചെയ്യുന്ന ഫാമിലിയാണ് ഇവൻ്റെത്. അത്ര തേർഡ് റേറ്റ് ഫാമിലിയാണ് ഇവൻ്റെതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും. ഇതാണ് നിങ്ങളുടെ ക്യാരക്ടർ മനസ്സിലാക്കുന്നത്. ഇതാണോ ഒരു അച്ഛനും മകനും? അപ്പോൾ ആ അച്ഛനും മകനും എന്നുള്ള ഒരു അതുപോലും ഇല്ലാതെ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത രീതിയാണ് ഇവൻ മാറുന്നത്. മനസ്സിലായില്ലയോ? ഞാൻ എൻ്റെ മകളോട് ഇതൊക്കെ പറയുമോ? ഇങ്ങനെ തേർഡ് റേറ്റ് സംസാരങ്ങൾ സംസാരിച്ചത് അതിൻ്റെ അർത്ഥം എന്തുവാണ്? നമ്മൾ നമ്മുടെ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. മനസ്സിലായില്ലേ? കുഞ്ഞ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ പോകരുത്, ഇങ്ങനെ പോകരുത്, അല്ലാതെ ഇങ്ങനെയൊക്കെ എന്താ ഷക്കീലയാണോടെ അതെന്നാടെ ഇതൊക്കെയാണ്. അപ്പോൾ എന്തൊരു ഇതാണ്. എൻ്റെ മകളുമായിട്ട് ഞാൻ വളരെ ഫ്രണ്ട്ലിയാണ്, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. പക്ഷേ നമ്മൾ ഒരിക്കലും ഇങ്ങനെയുള്ള ഡിസ്കഷൻസ് ഒന്നും നടത്താറില്ല. മനസ്സിലായില്ലേ? നമുക്കൊരു സ്റ്റാൻഡേർഡുണ്ട്. നമ്മൾ എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം എന്നുള്ളതൊക്കെ തിരിച്ചറിയാനുള്ള ബോധമില്ലാത്തതിൽ അവനെയാണ് കൊണ്ടുപോയി ചികിത്സിക്കേണ്ടത്. മനസ്സിലായോ? അവനെയാണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ദിവസം പ്രതി ഇവൻ്റെ തെറിവിളി. അപ്പോൾ നിങ്ങൾക്ക് തെറിവിളി കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ആരെയാണ് കൊണ്ടുവന്ന് ചികിത്സിക്കേണ്ടതെന്നുള്ളത്. ഇവനങ്ങ് കഥ ഉണ്ടാക്കണം നമ്മളെക്കുറിച്ച്. ഇവിടോട്ട് ആരാണ്ട് ആണുങ്ങൾ വരുന്നതാണ്ട് എൻ്റെ വീടിൻ്റെ മുന്നിൽ ഒരു കാറും ഇല്ല, ബൈക്കും ഇല്ല, ഒരു കുന്തവും ഇല്ല. പിന്നെ ഇവനെന്തോന്നാ പറയുന്നത്? ആരാണുങ്ങൾ വരുന്നെന്നാ? ചുവന്ന തിരുവെന്നൊക്കെ എഴുതി വെക്കാനെന്ന്, ലൈസൻസ് എടുക്കാൻ എല്ലാം ഉണ്ട്. ഇന്നിപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അങ്ങനെ വലിയ ശല്യമായിട്ട് മാറിയിരിക്കുക ഇവനെ ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുക നമുക്ക്. ഇതുപോലത്തെ തേർഡ് റേറ്റ് ബാസ്റ്റേർഡാണ് ഇവൻ.